പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന സഹാബിയത പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, പടച്ചവനെ എനിക്കിനി പ്രവാചകനെ കാണാത്ത കണ്ണെനിക്കിനി വേണ്ട അല്ലാ, പ്രവാചകന്റെ മുഖം കാണാൻ കഴിയാത്ത കണ്ണിന്റെ കാഴ്ച എനിക്ക് വേണ്ട റബ്ബേ, എന്റെ കാഴ്ചയെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിലോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വന്നത് പ്രവാചകന്റെ സ്നേഹം മാത്രമായിരുന്നു. അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള കണ്ണിലൂടെ കാണാൻ ആഗ്രഹിച്ചത് ഹബീബിന്റെ മുഖം മാത്രമായിരുന്നു, ഹബീബുമായുള്ള ബന്ധം മാത്രമായിരുന്നു. അവരുടെ ജീവൻ അവരെ സമർപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ടാ, അവരുടെ സമ്പത്ത് സമർപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ടാ, അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും സമർപ്പിച്ചത് അത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാ. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു എന്ന ഒരു വാർത്ത അറിയുന്ന സമയത്ത് ഉമ്മു ശരീക എന്ന് പറയുന്ന ഒരു വനിത, എന്റെ പ്രിയമുള്ള തോട്ടുമുക്കിലെ ഉമ്മ, നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മു ശരീക എന്ന് പറയുന്ന ഒരു സഹാബിയത്തായിട്ടുള്ള വനിത മക്കയിൽ താമസിച്ചിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരി എന്ത് ചെയ്തെന്നറിയുമോ? ഇനി ഹബീബില്ലാത്ത മക്ക എനിക്ക് കാണണ്ട, ഹബീബില്ലാത്ത മക്കയിൽ എനിക്കിനി താമസിക്കണ്ട, അതുകൊണ്ട് പ്രവാചകൻ കടന്നുപോയ മദീനയിലേക്ക് എനിക്ക് പോകണമോ? ആഹാരമുണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് പ്രവാചകൻ മദീനയിലേക്ക് പോയെന്നുള്ള വാർത്ത ഉമ്മു ശരീകയുടെ ചെവിയിലെത്തുന്നത്. ഉമ്മു ശരീക എന്ന് പറയുന്ന ആ പെണ്ണെന്ത് ചെയ്യുന്നു? കുഴച്ചു വെച്ചിരുന്ന മാവിനെ അതുപോലെ വെച്ചുകൊണ്ടതാ മദീനയെ ലക്ഷ്യമാക്കി കടന്നു പോകുന്നു. മദീനയിലേക്ക് പോകാനുള്ള വഴി ഉമ്മു ശരീകാക്കറിയില്ല, കൂട്ടിനൊരാളില്ല, കൂടെ പോകാൻ ഒരാളില്ല, സഹായത്തിനൊരാളില്ല, കരുതലായി കൊണ്ടുപോകാൻ ആഹാരങ്ങൾ കയ്യിലില്ല. ഉമ്മു ശരീക എന്ന പെണ്ണ് പ്രവാചകനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് ആ പ്രവാചകന്റെ സുന്ദര പൂവതനമെന്ന് കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന് മനസ്സിൽ വെച്ചുകൊണ്ട് മക്കയുടെ മരുഭൂമിയിലൂടെ നടക്കുകയാണ് മദീന ലക്ഷ്യമാക്കി. ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ, എനിക്കെന്റെ മദീനയിലേക്ക് കടന്നു പോകണം, എനിക്കെന്റെ ഹബീബിനെ കാണണം, ഹബീബില്ലാത്ത മക്ക എനിക്ക് കാണണ്ട. ഉമ്മു ശരീക അവിടെ നിന്ന് കടന്നു പോവുകയാ. വിജനമായ ഒരു പാതയിലൂടെ നടന്നു പോകുമ്പോ അങ്ങകലെ കൂടി ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കാണുന്നു. കൂട്ടിനൊരാളില്ലാതെ, സഹായത്തിനൊരാളില്ലാതെ ഏകാന്ത പതിതയായി മക്കയുടെ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഉമ്മു ശരീക അങ്ങകലെ കൂടി കടന്നു പോകുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുന്നു, സഹോദരാ, നിങ്ങൾ ആരാണ് സഹോദരാ? ആ സമയം ആ മനുഷ്യന് പറഞ്ഞു, ഞാൻ മക്കയിലുള്ള ഒരു ജൂതനാണ്, ഞാൻ മദീനയിലേക്ക് യാത്ര പോകുന്ന ആളാ. ആ സമയം ഉമ്മു ശരീക പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനും മദീനയിലേക്ക് പോകുന്നവളാ, എനിക്ക് കൂട്ടിനൊരാളുമില്ല, ഈ മദീനയിലേക്കുള്ള വഴി എനിക്കറിയില്ല, എന്നെ കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടാൻ കഴിയുമോ? അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. രണ്ടുപേരും സംസാരിച്ചിട്ട് വിശാലമായ ചരിത്രമാ. ആ സഹോദരി ആ ജൂതനായ മനുഷ്യന്റെ കൂടെ അവിടെ നിന്ന് നടന്നു പോകുന്നു. മരുഭൂമിയുടെ വിജനതയിലൂടെ ഒരു പെണ്ണ് ജൂതനായ മനുഷ്യന്റെ കൂടെ നടന്നു പോകുമ്പോ അങ്ങകലെ കടന്നു ചെല്ലുന്ന സമയത്ത് ഉമ്മു ശരീക എന്ന് പറയുന്ന ആ പെണ്ണിന് വല്ലാത്ത ദാഹമുണ്ട്. കുടിക്കാൻ കയ്യിൽ ദാഹജലമില്ല, കയ്യിലാണെങ്കിൽ ആഹാരമില്ല. കൂടെയുള്ള ജൂതനോട് ചോദിച്ചു, പ്രിയപ്പെട്ട സഹോദരാ, എന്റെ തൊണ്ട പൊട്ടുന്നുണ്ട്, എന്റെ ചുണ്ടുകൾ വരണ്ടു പോകുന്നുണ്ട്, ഒരു ദാഹജലമെന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ജൂതനായ മനുഷ്യന് ഉമ്മു ശരീകയുടെ കയ്യിലേക്ക് കുടിക്കുവാൻ പാനപാത്രം
പാത്രം എടുത്തു കൊടുക്കുമ്പോ ഉമ്മു ശരീക വെള്ളമെടുത്തതാ ചുണ്ടോടടുപ്പിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം പറഞ്ഞുകൊണ്ട് ആ വെള്ളം അങ്ങ് കുടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് കയ്യിലിരിക്കുന്ന വെള്ളത്തിന്റെ പാത്രം തട്ടിയെടുക്കുന്നു. തട്ടിയെടുത്ത പാത്രം കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണ്, നീ മുഹമ്മദിനെ വിശ്വസിക്കുന്നവളാണോ? നീ മുഹമ്മദിന്റെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവളാണോ? ഉമ്മു ശരീക പറഞ്ഞു, അതെ, ഞാൻ പോകുന്നത് മദീനയിലേക്കാ, ഞാൻ പോകുന്നത് എന്റെ ഹബീബിനെ കാണാനാ, എന്റെ മുത്തിന്റെ സുന്ദര ഭൂവതനമൊന്ന് കാണാൻ പോകുന്നതാ. ഇത് കേട്ടപ്പോ ജൂതനെ സഹിച്ചില്ല. ജൂതനായ മനുഷ്യൻ കയ്യിലിരുന്ന വെള്ളം തട്ടിയെടുത്തിട്ട് ദാഹജലം കൊടുക്കാതെ ഉമ്മു ശരീക ആ മണലാരുണ്യം നല്ലതുപോലെ വർദ്ധിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, ഉപദ്രവിക്കുന്നു. ദാഹവും വിശപ്പും കൊണ്ട് മരണത്തോട് മല്ലിട്ടിരിക്കുന്ന ഉമ്മു ശരീകയെ മർദ്ദനത്തിലൂടെ അടിച്ചു നിലത്തേക്കിടുകയാണ്. നിലത്തേക്ക് മറഞ്ഞു വീണ ഉമ്മു ശരീകയുടെ സമീപത്ത് ഈ ദൂതൻ വന്ന് നോക്കിയിട്ട് വിചാരിക്കുന്നു, ഉമ്മു ശരീക എന്ന ഈ പെണ്ണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ചലനമില്ല, ശരീരത്തിന് യാതൊരു തരത്തിലുള്ള അനക്കവുമില്ല. അപ്പോൾ ഈ ദൂതൻ കരുതി പെണ്ണ് മരിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ദൂതനങ്ങൾ കടന്നു പോകുമ്പോ ആ വിശാലമായ മരുഭൂമിയില്, ഒരാളും സഹായത്തിനില്ലാത്ത മരുഭൂമിയില്, ഒരു മനുഷ്യന് പോലും കടന്നു വരാത്ത മരുഭൂമിയില് മണിക്കൂറുകളോളം ഒരു പെണ്ണ് കിടക്കുകയാ. മണിക്കൂറുകളോളം ഒരു പെണ്ണ് ഇവിടെ കിടക്കുമ്പോ അവസാനം ഉമ്മു ശരീകയ്ക്ക് ബോധമെന്ന് തെളിയുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞ ഉമ്മു ശരീക ബോധം തെളിഞ്ഞു കൊണ്ട് നോക്കുമ്പോ തന്റെ ചുണ്ടിന്റെ ചാലത്ത് ഒരു പാത്രത്തിൽ നിന്നും വെള്ളമിതാ തന്റെ ചുണ്ടിലേക്ക് വീഴുന്ന തരത്തിലേക്ക് നിൽക്കുകയാ. ആരാണ് കൊണ്ടുനിന്നതെന്നറിയുന്നില്ല, എവിടെ നിന്ന് വന്നതാണെന്നറിയുന്നില്ല. ദാഹപരവശയായ ഉമ്മു ശരീക ആ വെള്ളമൊന്ന് കുടിക്കുന്നു. എന്തോരു മധുരമുള്ള വെള്ളമാ, എന്തോരു തണുപ്പുള്ള വെള്ളമാ. ഉമ്മു ശരീകയുടെ ദാഹം മാറുന്നു, ഉമ്മു ശരീകയുടെ വിശപ്പ് മാറുന്നു, ഉമ്മു ശരീകയുടെ ക്ഷീണം മാറുന്നു. ആ ഉമ്മു ശരീക അവിടെ നിന്നും എഴുന്നേറ്റ് ചുറ്റുഭാഗത്തും നോക്കുന്നു. ആരാണ് വെള്ളം കൊണ്ടുവന്നതെന്നറിയില്ല. അവിടെ നിന്ന് നടക്കുകയാണ് നേരെ മദീന ലക്ഷ്യമാക്കി. നേരെ മദീന ലക്ഷ്യമാക്കി ഉമ്മു ശരീക എന്ന പെണ്ണ് നടക്കുകയാ. നടന്ന് 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 മദീനയിലേക്ക് കടന്നു ചെന്നപ്പോ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് മദീന പള്ളിയുടെ ഓരത്തിരുന്നു കൊണ്ട് ദൂരെ നിന്ന് കടന്നു വരുന്ന പെണ്ണിനെ കണ്ടുകൊണ്ട് ചോദിക്കുന്നു, പെണ്ണെ, ഹൗലിൽ കൗസറിലെ പെണ്ണ് വെള്ളം നീ കുടിച്ചോ? പെണ്ണെ, ഹൗലിൽ കൗസറിലെ വെള്ളം നീ കുടിച്ചിട്ടാണോ വന്നത്? പെണ്ണെ, ഒരാള് പറയാത്ത കഥ, മരുഭൂമിയുടെ വിജനതയിൽ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് നടന്നിട്ടുള്ള സംഭവം. മദീനയുടെ പള്ളിയിലിരുന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, കരുണക്കടലായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് മദീന പള്ളിയിലിരുന്നുകൊണ്ട് കണ്ടിട്ട് പെണ്ണിനോട് പറയുന്നു, പെണ്ണെ, നിന്റെ ആ ഒരു പ്രയാസം കണ്ടപ്പോ, നിന്റെ ആ ഒരു ദുഃഖം കണ്ടപ്പോ, നീ എന്നെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി കടന്നു വന്നതാണെന്നറിഞ്ഞപ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. നിനക്ക് തന്ന വെള്ളം അത് കേവലം ദുനിയാവിന്റെ വെള്ളമല്ല പെണ്ണെ, ആ കിട്ടിയിരിക്കുന്ന വെള്ളം അത് ഹൗലിൽ കൗസറിന്റെ വെള്ളമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, അതുകൊണ്ട് ഇതുപോലെയുള്ള എത്രയോ മഹതികളുടെ, എത്രയോ മഹാരഥന്മാരുടെ ചരിത്രങ്ങളെ പ്രവാചകന്മാരുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുമോ? തന്റെ കുടുംബം വേണ്ടെന്ന് വെച്ചു, തന്റെ ഭർത്താവ് വേണ്ടെന്ന് വെച്ചു, തന്റെ മക്കളെ വേണ്ടെന്ന് വെച്ചു, തന്റെ സ്വത്ത് വേണ്ടെന്ന് വെച്ചു, മനസ്സിലുള്ള ഒരേ ഒരു ലക്ഷ്യം അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആർക്കും ഒരു ഉഷാറില്ലല്ലോ. നിങ്ങൾ മൗലൂദ് ഓതിയ പള്ളിയിൽ നിന്ന് ചീരണയൊന്നും ഇല്ലായിരുന്നു, കിട്ടിയില്ലല്ലേ?
അൽഹംദുലില്ലാ ചീരണി കൊടുക്കുന്നവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നല്ല ഉച്ചക്ക് സ്വലാത്തിലാണ് നമ്മൾ ഈ മജ്‌ലിസിൽ വന്നിരിക്കുമ്പോൾ. ഇത് റസൂലുള്ളാഹിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട മജ്‌ലിസാണല്ലോ. ഒരു 10 സ്വലാത്ത് നമ്മൾ ഇവിടെ നിന്ന് ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം ചെറുതല്ല. ഈ പുണ്യമായ രാവ് പിറക്കുന്നത് ഹബീബിന്റെ വസന്തവുമായിട്ടാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവസന്തമാണ്. നാളെ പിറവിയെടുക്കുന്നതാ ഹബീബിന്റെ വസന്തത്തിന്റെ ആണ്ടാണ്. അതുകൊണ്ട് ഹബീബിന്റെ റൗളയിലേക്ക് ഒഴുകി ചെല്ലണം ഒരായിരം സ്വലാത്തുകൾ. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, കരുണക്കടലായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ സാഗരമേ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടലേ നബി മുഹമ്മദ് മുസ്തഫ, താജുൽ ഹുദാ നബി മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ വിമോചകനേ നബി മുഹമ്മദ് മുസ്തഫ, തകർന്നു തരിപ്പണമായ മാനുഷിക നിയമങ്ങളുടെ പുനരുദ്ധാരകനേ നബി മുഹമ്മദ് മുസ്തഫ, അവകാശം നിഷേധിക്കപ്പെട്ട സ്ത്രീക്ക് അവളുടെ അവകാശത്തിന്റെ ധൈര്യം പകർന്നു നൽകിയ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, മനസ്സുള്ളതുമായ നബി മുഹമ്മദ് മുസ്തഫ, സാധുക്കൾ മസൂഖ് നബി മുഹമ്മദ് മുസ്തഫ, ശഫീഉൽ മുഅ്മിനീൻ നബി മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ, സാഹിബുൽ ബിറാത്ത് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ നൂറിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ കൺമണിയേ നബി മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ പൊന്നോമനയേ നബി മുഹമ്മദ് മുസ്തഫ, അറേബ്യയുടെ വസന്തമേ നബി മുഹമ്മദ് മുസ്തഫ, ലോക മുസൽമാന്റെ ചങ്കിലച്ചേറിയേ നബി മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ വിമോചകനേ മുഹമ്മദ് മുസ്തഫ, ജനാധിപക്ഷികളുടെ ചിറകടിലാമങ്ങൾക്ക് മരുത്താന്റെ സംഗീതം മൂലങ്ങൾ മരുഭൂമികളിൽ ഇന്നപ്പുറത്തോപ്പുകളിൽ നിന്നും മലയെടുക്കുന്ന മന്ദമാരതന്റെ പിഴുകയേറ്റുകൊണ്ടെത്തി ഉറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, തമസിന്റെ പരങ്കടികൾ തകർത്ത് താണ്ഡവമാടിയ തദ്ദേശികളായ അറബിക്കുലത്തിന് നടുവിരുന്ന് ദേശഭാഷ്യവർഗവർഗവൈജാത്യങ്ങൾക്ക് അതീതമായി സമസ്ത ലോകരെയും ഒരുമിച്ച് കൂട്ടിയ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു 10 സ്വലാത്തെങ്കിലും ചെല്ലുന്ന ഒരു മഹനീയമായ മജ്‌ലിസിൽ ഇരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ ഹബീബിനോടുള്ള ആ ഒരു അനുരാഗത്തിന്റെ ഭാഗമായി മാറാൻ നമുക്ക് കഴിയും. പ്രവാചകനെ സഹാബത്ത് സ്നേഹിച്ചത്, ബഹുമാനിച്ചത്, ആദരിച്ചത് അത് നാമൊക്കെ കരുതുന്നതിനും മുകളിലായിരുന്നു, അതിനേക്കാൾ മുകളിലായിരുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു ഖാദിമു റസൂലില്ലാഹി എന്നറിയപ്പെടുന്നു. പ്രവാചകന്റെ സേവകൻ, പ്രവാചകന്റെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരിക്കുന്ന ഖാദിമായി കൂടെ നിൽക്കുന്ന അനസ് എന്ന് പറയുന്ന റളിയല്ലാഹു തആല അൻഹു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടാക്കിയതാണ് ആ പൊന്നുമോനെ. വാപ്പ മാലിക് മരണപ്പെട്ടു പോയപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മയാകുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ വിവാഹം കഴിച്ചു. അപ്പൊ ഈ കുട്ടി തനിച്ചായ കുട്ടിയെ നേരെ റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് കൊണ്ടുവന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് കുഞ്ഞനസിനെ കൊണ്ടുവന്നു നിർത്തിയിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയേ, ഈ അനസാകുന്ന കുഞ്ഞുമകനെ താങ്കൾക്ക് വേണ്ടി ഇതാ സമർപ്പിച്ചിരിക്കുകയാണ്, താങ്കൾക്ക് ഖിദ്മത്തെടുക്കുവാൻ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബാദികൾ അവിടെ നിന്ന് പോയപ്പോ അവിടെ മുതൽ അങ്ങോട്ട് 10 വർഷം പ്രവാചകന്റെ വഫാത്ത് വരെ കൂടെയുണ്ടായിരുന്നു, നിഴല് പോലെ കൂടെയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു. ഈ അനസ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകന്റെ ഒരുപാട് സ്നേഹത്തിന്റെ ആലിംഗനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പ്രവാചകന്റെ ഒരുപാട് ചുടുചുംബനങ്ങൾ കിട്ടിയിട്ടുണ്ട്.
അനസിന്റെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വഫീ അഹ്ലിഹി. പടച്ചവനെ, അനസെന്ന കുഞ്ഞുമോൻ, അനസെന്ന് പറയുന്ന പൊന്നുമോൻ, ആ പൊന്നുമോന്റെ തലത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവന്റെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 150 വയസ്സ് വരെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. ഈ 150ാമത്തെ വയസ്സിൽ മരണപ്പെടുന്ന സമയത്ത് മഹാനവറുകളുടെ തലയുടെ ഒരു രോമം പോലും നരച്ചിട്ടില്ലായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിന്റെ 180ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന്റെ കവിളിൽ ഒന്ന് തൊട്ടിട്ട് ചുംബിച്ചു കഴിഞ്ഞാൽ, ആ കവിളിൽ തൊട്ടിട്ട് അതൊന്ന് മണപ്പിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചുവന്ന റോസാപ്പൂവിന്റെ മണം അതുണ്ടാകുമായിരുന്നു. കാരണം ഹബീബിന്റെ ചുംബനമേറ്റ കവിളായിരുന്നു, ഹബീബിന്റെ തലോടലേറ്റ കവിളായിരുന്നു, ഹബീബിന്റെ സ്പർശനമേറ്റുള്ള ശരീരമായിരുന്നു അനസിന്റേത്. ഞാനിത് പറയുന്നത് ഈ 10 വർഷം ഖിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം പിന്നീട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അനസേ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ രൂപമൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ ആ നബിയെ കണ്ടിട്ടില്ല, ആ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ല, ഞങ്ങൾക്ക് പ്രവാചകന്റെ രൂപമൊന്ന് വർണ്ണിച്ചു തരുമോ അനസേ? ആ പ്രവാചകന്റെ മുഖം എങ്ങനെയാ? ആ പ്രവാചകന്റെ മൂക്കെങ്ങനെയാ? ആ പ്രവാചകന്റെ താടി രൂപങ്ങൾ എങ്ങനെയാ? ആ പ്രവാചകന്റെ കണ്ണെങ്ങനെയാ? ആ പ്രവാചകന്റെ നെറ്റിത്തടം എങ്ങനെയാ? ആ സുന്ദരമായ മുഖം എങ്ങനെയാണെന്ന് അനസേ ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അനസുരങ്ങള് 10 വർഷം അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്ത അനസുരങ്ങള് പറയുന്നു, ആ പ്രവാചകന്റെ മുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ ഇന്ന് വരെയും പ്രവാചകന്റെ മുഖത്ത് തുറച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ബഹുമാനത്തിന്റെ പേരിൽ ബഹുമാനത്തിന്റെ പേരിൽ ആ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം ആദരവ് അവർ കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെന്നാണ്. 10 വർഷം കൂടെ ഉണ്ടായിരുന്ന, നിഴല് പോലെ ഉണ്ടായിരുന്ന ആളിന് പോലും പ്രവാചകന്റെ മുഖത്തൊന്ന് തുറച്ചു നോക്കാൻ പോലും തോന്നിയിട്ടില്ല. അത്രയും ബഹുമാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും കൊടുക്കണ്ടേ ഹബീബിന് ബഹുമാനം, ഹബീബിന് നമുക്കും കൊടുക്കണ്ടേ സ്നേഹം. ആ ഹബീബിനെ സ്നേഹിച്ചിട്ടുള്ള ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള ആശിഖീങ്ങൾ എത്രയോ ആശിഖീങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ പേരില്, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരില്, പ്രവാചക സ്നേഹം മാത്രം മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള എത്രയോ അനുരാഗത്തിന്റെ കുടിപിടികളിലേക്ക് കടന്നു പോയിട്ടുള്ള മഹത്തുക്കളെ കടന്നു പോയിട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രവാചകൻ അടങ്ങിയിരിക്കുന്ന മദീനയുടെ മണ്ണ്, ആ മദീനയുടെ മണ്ണൊന്ന് കിട്ടിയിരുന്നു എങ്കിലോ എന്റെ കണ്ണില് സുറുമയായിട്ട് ഞാനിടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളവർ, ഹബീബിന്റെ മണ്ണ്, ആ ഹബീബിന്റെ പാദം സ്പർശിച്ച മണ്ണ് കിട്ടിയ, മദീനയുടെ മണ്ണ് കിട്ടിയ എന്റെ കണ്ണില് സുറുമയായിട്ട് ഞാനിടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എത്രയോ ആളുകൾ. അതുപോലെ ഹബീബിന്റെ വെട്ടിയെടുത്ത നഖം, ആ നഖത്തിനെ സൂക്ഷിച്ചു വെച്ചിട്ട് മരണപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട കുടുംബാദികളോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ജനാസ നിങ്ങളെ കഫം പൊതിയുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നഖത്തിന്റെ ഭാഗങ്ങൾ ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. വെട്ടിയെടുക്കപ്പെട്ട നഖത്തിന്റെ ഭാഗങ്ങള് എന്റെ കണ്ണ് തുറന്നിട്ട് എന്റെ കണ്ണിലും എന്റെ വായിലും എന്റെ മൂക്കിലും നിങ്ങൾ അതിടണമെന്ന് പറഞ്ഞു. എന്തിന്റെ പേരിൽ? ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരില്, ഹബീബിന്റെ സ്പർശനമേറ്റത്, ഹബീബിന്റെ ലാളനയേറ്റത്, ഹബീബിന്റെ ദുആയേറ്റത് ഒരിക്കലും പരാജയപ്പെടില്ല എന്നവർക്കറിയാം. അതിന്റെ പേരിലാണ് അവർ അത്രത്തോളം ഹബീബിനെ ഇഷ്ടപ്പെട്ടത്. ലോകത്തിൽ ഒരുപാട് രാജാക്കന്മാര്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സാംസ്കാരിക നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാർക്കൊന്നും കിട്ടാത്ത ഒരു ബഹുമാനം, ഒരു മഹത്വം കിട്ടിയിട്ടുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഏതൊരു നേതാവിനെ എടുത്ത് പരിശോധിച്ചു നോക്കിയിരുന്നാലും 24 മണിക്കൂറും സദാസമയവും ഏതെങ്കിലും ഒരു നേതാവിന്റെ ശവകുടീരം അഥവാ ഖബർസ്ഥാൻ സന്ദർശിക്കാൻ
നടക്കുന്നതായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദൗത്യം മാത്രമേ ആ ഒരു മഹത്വമുള്ളൂ. മറ്റൊരാളുടെയും ശവകുടീരത്തിന് പോലും എവിടെയാണെന്ന് പോലും അറിയില്ല ആളുകൾക്ക്. എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിലേക്ക് ജനത്തിലേക്ക് ഇങ്ങനെ എപ്പോഴും ജനത്തിലേക്കാം. അല്ലാഹു നമുക്ക് റൗളയിലേക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനയിലേക്ക് ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്തിൽ ഒരുപാട് നേതാക്കന്മാരെ കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ലോകത്തിൽ അധികം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ ആദരിക്കപ്പെടുന്ന ഒരു നേതാവ് ലോകത്തില്ല. ബഹുമാനപ്പെട്ട ഹുർമത്തിന്റെ മസഊദ് സഖഫി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹം ചിത്രകാരനാണ്, ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന ചില സംഭവങ്ങള് അദ്ദേഹം പറയുകയാണ്, ലോകത്തിലുള്ള ഒരുപാട് നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാരുടെ സമീപത്തേക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. അയാളെ ഒരുപാട് രാജാക്കന്മാരുടെയും സമീപം ഞാൻ പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാജാവാകുന്ന രാജാവിന്റെ സമീപം ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കിസ്റ രാജാവിന്റെ സമീപത്ത് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ കൈസരിമാരൻ നജാശ് പോയിട്ടുണ്ട്. അതെല്ലാം അതൊന്നും കിട്ടാത്ത കിട്ടിയിട്ടില്ലാത്ത ഒരു കാര്യമോ അതെന്താണല്ലേ? നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്തോ ആരെങ്കിലും അവിടെ ഇരിക്കുമ്പോൾ
ബഹുമാനപ്പെട്ട ദൂരെ നടന്നു വരിക. ഇത് കേട്ട നടന്നു വഴിയിൽ കഴിഞ്ഞപ്പോ നിസ്കാരമില്ലാതെ റസൂലുള്ളാഹിന്റെ കഴിഞ്ഞു, നസീഹത്തൊക്കെ കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയപ്പോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ചാണോ നിമിഷങ്ങളെ അതായിരുന്നു ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തലപ്പാവ് അഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുടി നേരെ നിലത്തേക്ക് ചെന്ന് വീഴുന്ന രീതിയിലേക്ക് നീട്ടി വളർത്തിയ മുടി. പലപ്പോഴും ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ ഈ മുടി ഒന്ന് വെട്ടിക്കൂടെ, ഇത്രയും നീട്ടുമുടി വളർത്തുന്നത്? ആ സമയമാണ് പറയുന്നത്, ഞാൻ ഈ മുടിയെ വടിച്ചു കളയുന്നു. ഈ മുടിയിൽ എന്റെ ശരീരത്തിൽ നിൽക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ മുടിയുടെ കളയാൻ ആഗ്രഹമില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട സകലത്തിനും ബഹുമാനമാണ്, എല്ലാത്തിനും ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധകളത്തിൽ നിൽക്കുന്ന സമയത്ത് ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് തലയിലിരിക്കുന്ന തൊപ്പി നിലത്തേക്ക് വീഴുമ്പോ വീണ തൊപ്പിയെടുക്കാൻ ബഹുമാനപ്പെട്ട സഹാബി പോകുന്നു. ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ ആ തൊപ്പിയെടുക്കാനായി മിമ്പർ കൊള്ളുമ്പോ കൂടെ നിൽക്കുന്ന സഹാബി കൂട്ടുകാരെ പറയുന്നു, ആ തൊപ്പിയെടുക്കാതെ പോകുന്ന നേരത്ത് ശത്രു നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ട് നിങ്ങളെ വെട്ടുമോ, നിങ്ങൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തൊപ്പി എവിടെ കിടക്കട്ടെ, തൽക്കാലം നിങ്ങളെ യുദ്ധരംഗത്തേക്ക് തൊപ്പിയിലിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അവരെ പറഞ്ഞതെന്താന്നല്ലേ, ഈ രണാങ്കണത്തിൽ വെച്ച് ഞാൻ മരണപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല, എന്റെ കൈകാലുകളെ വെട്ടിയെടുത്താലും എനിക്ക് പ്രശ്നമല്ല, എന്നെ വെട്ടിയെടുത്താലും എനിക്ക് പ്രശ്നമല്ല. ഈ തൊപ്പി നിലത്തിരിക്കുന്നത് ആ തൊപ്പിയെടുത്തുകൊണ്ട് ബഹുമാനത്തോടുകൂടി കൊടുത്തുകൊണ്ട് കിടത്ത് വെച്ച് കൊടുത്തുള്ള സ്നേഹമോ അവരൊക്കെ പ്രവാചകന് കൊടുത്തുള്ള കൊടുത്തുള്ളത് സാധാരണമായ കാര്യങ്ങൾക്ക് പോലും വലിയ വില നമ്മൾ കേട്ടിട്ടുള്ള കാര്യം. ദൈവങ്ങളെ പിടികൂടി അദ്ദേഹത്തെ പുലിസിൽ തറച്ചിരിക്കുകയാണ്. കൊല്ലാനായി പുലിസിൽ തറച്ചിരിക്കുന്ന 40ഓളം ചിത്രങ്ങളിൽപ്പെട്ട പ്രമുഖ ബന്ധങ്ങളുമായി
കുരിശിൽ ഏറ്റപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു കാരണം അവരുടെ ആളുകളെ ബദർ യുദ്ധത്തിൽ കൊന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രകാരം ചെയ്യാൻ ഇവിടെ നിന്ന് ഞങ്ങളെ പറയണം മുഹമ്മദ് അല്ലാഹ് പറയുന്നു ശരീരത്തിൽ കൈകാലുകൾ വെട്ടിയെടുക്കുകയില്ല. ില്ല എന്റെ പോക്കിനങ്ങളെ വിട്ടുപാടുകളില്ല. പറഞ്ഞാൽ ഇവിടെ നിന്ന് ജീവനോടെ പറഞ്ഞു വിടാമെന്ന് പറയുമ്പോഴാണ് നിങ്ങളെന്നോട് പറയാൻ പറഞ്ഞല്ലോ. അതൊരിക്കലും ഞാൻ പറയൂല. ആയിരം ഇതുപോലെയുള്ള ശരീരങ്ങളെ തന്നിട്ട് ആയിരം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കടന്നു വന്നിട്ട് എന്റെ ശരീരങ്ങളെ ഒരു തവണ പോലും എന്റെ ഒരു വാക്ക് ഞാൻ പറയുന്ന കടപ്പെടുന്നതിന്റെ തരത്തിലുള്ള പ്രയാസമില്ല. പക്ഷെ ആ പ്രഭാതത്തിനെതിരെ ഒരു ശരി തന്നെ പടവൻ ഒരു പക്ഷേ പറക്കത്തരെ തരാം, പറക്കത്തരാം. നിങ്ങളുടെ ഈ വലയപ്പെട്ടുകൊണ്ട് ഞാൻ പറയില്ല എന്ന് ഭൂമികളെ പറഞ്ഞിട്ടു. ശത്രുക്കളുടെ കരങ്ങളാൽ ശത്രുക്കളുടെ കുന്നങ്ങളാൽ മരിക്കേണ്ട വല്ലാത്തനുരാഗമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള പ്രവാചകനെ മികച്ച ആ പ്രവാചകൻ മികച്ച മക്കളെ ജീവനുള്ളതുമില്ല മദീനയിലെ പുതിയ ഒരു മെമ്പർ പണിതപ്പോ മുസ്തഫ പുതിയ കയറിയപ്പോ ഒരു ചെറിയ കരച്ചിൽ കേൾക്കുന്നല്ലോ. ഒരു ചെറിയ കരച്ചിൽ. സഹാബത്ത് തിരിഞ്ഞു നോക്കി, ഇവിടെ നീ കരച്ചിൽ കേൾക്കുന്നത്? തിരിഞ്ഞു നോക്കുമ്പോ കയറിയപ്പോ എന്ന് കണ്ടപ്പോ അതിന്റെ വേദനയിൽ നാളെ
പ്രിയമുള്ളവരെ, എല്ലാവരും പോകുമ്പോഴും അതിന്റെ നമ്മൾ എന്തില്ല ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക. എന്താ ഈ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാലേ ആ നമുക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ജീവിതത്തിലേക്ക് പോവുക മാത്രമല്ല നഷ്ടപ്പെടാനില്ല. ഹബീബ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തുടങ്ങി വെച്ചതാണ്. നമുക്ക് ഹബീബായ റസൂലുള്ളാഹിനെ നമ്മുടെ വീടുകളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ കച്ചവടങ്ങളും വരാൻ പറ്റിയ സാഹചര്യം ആരംഭിക്കാറായല്ലേ? നമ്മുടെ ധാരാളം പരിപാടിയുടെ വിജയം നല്ല മനസ്സിനെ മനോഹരമായ മനോഹരമായ ഒരു പരിശ്രമം ചെറുപ്പക്കാരെ പറയും അവരിൽ വിശാലമായിമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സംഘാടകരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ളയും കുടുംബത്തിൽ നിന്ന് അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി
മനസ്സിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഇല്ലായെങ്കിൽ സഹായങ്ങൾ ഉണ്ടാകും വിജയിക്കട്ടെ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മനസ്സിലുണ്ടോ അതെല്ലാം അല്ലാഹു കൊടുക്കും. സ്വർഗത്തിൽ ഒരുമിച്ചുകൂടെ അല്ലാഹു അവൻ നമുക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ വേണ്ടി ദുആ ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ നമ്മുടെ ഇവിടുത്തെ പല ചെറുപ്പക്കാരും മരണപ്പെട്ടു പോയിട്ടുള്ള അവരുടെ വേണ്ടപ്പെട്ടവർക്ക് അല്ലാഹു അവരുടെ കബറിടങ്ങളെല്ലാം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗീയ ലോകം ധരിച്ചു കൂട്ടുമാറാകട്ടെ. വളരെ സ്വാധീനങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി പറഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരങ്ങൾ ചിലവുകളുണ്ട്. നമുക്ക് മനസ്സിലും അങ്ങനെയാണ് നല്ല സാമ്പത്തിക ചിലവുണ്ട്. ചിലപ്പോൾ ഇതിന്റെ ഇടയിലുണ്ടോ നോട്ടായാലും കാര്യം കൂട്ടമായി വിജയിക്കും. മാവിന് വേണ്ടി ദുആ ചെയ്യുന്ന വേണ്ടി 200 രൂപ ഒരു മരണപ്പെട്ട കൂട്ടായ്മ ഈ കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഉപ്പാദികൾ. അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യാനുള്ള വലിയ അവരുടെ എല്ലാ കർമ്മങ്ങളും വിശ്വാസം മരണപ്പെട്ട വാപ്പാക്കും റഫീഖ് എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവാസി സഹോദരങ്ങൾ കാര്യമായ സഹായങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലാഹു പ്രവാസികളായ സഹോദരങ്ങളുടെ എല്ലാമായ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകും. അവരുടെ കച്ചവടം, അവരുടെ തൊഴിലുകളും അവരുടെ ജീവിത ഉപാധിയിലും എല്ലാം അല്ലാഹു വലിയ ബറക്കത്തും ഹൈറും നൽകുമാറാകട്ടെ.
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനും റഹീമായ തമ്പുരാനെ സംഭാവനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ മജ്‌ലിസിലേക്ക് ആളുകൾ ഓരോരുത്തരെയും നീ കബൂലാക്കണേ തമ്പുരാനെ. പടച്ചവനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കബറിടത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമ്പോഴാണ് എല്ലാം അറിയുന്നവരാണ് ഞങ്ങൾക്ക് താങ്ങായിരുന്നേ പാലായുണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നടന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് കുട്ടികളെ. ആകവേ പടച്ചവനെ അവർ കൊണ്ടിട്ടുള്ളതാണ്, അവർ കൊണ്ടിട്ടുള്ള വെയിലാണ് പടച്ചവനെ ഈ സ്വർഗത്തിന്റെ ഭവനമായ കബറാത്തി കൊടുക്കണേ. എല്ലാവരുടെ കോപത്തിന്റെ നോട്ടം നോക്കല്ലേ റബ്ബേ. നോക്കണേ മാരകമായ ഭീകരമായ
അനുസരിക്കുന്ന നല്ല മക്കളെ പ്രിയപ്പെട്ട ഷാഹേ മദീനയുടെ പ്രിയപ്പെട്ട ചെറുക്കാരും പടച്ചവനെ ദിവസങ്ങളും
അവരെ നീ കൊടുക്കട്ടെ കുടുംബത്തിൽ വലിയ വലിയ സബീബുമായി ബന്ധപ്പെടാനുള്ള ആ പ്രവാചകനുള്ള സ്നേഹം കാണിക്കാൻ ഒരു കാര്യമായ ഈ മജിലിസിൽ സമ്പത്തുകളെല്ലാം കുടുംബങ്ങൾക്ക് മരണപ്പെട്ടു പോയവർക്ക് കൊടുക്കണയല്ല. അത് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിലുള്ളത് അല്ലാഹുവേ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൾക്കാരെ തങ്ങളോടൊപ്പം സർവ്വാധി സർക്കാരുള്ള ശഫാഅത്തിനർഹതയുള്ള ഭാഗത്തിൽ പാപത്തിന്റെ കാലിടറക്കൊണ്ട് ജനങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് വീണു പോകുന്ന ആ വിഭാഗത്തിലെ കാക്കയല്ല അല്ലാഹുവേ കൈമലിന് വഴിക്കാനുള്ള സംഗതാ
പടച്ചവനെ സ്വർഗം വജൂബാക്കളെ റബ്ബേ നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കണമേ യാ പടച്ചവനെ നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ കബൂലാക്കണേ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി തോന്നി പക്ഷേ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ നിർത്തിയാണ്. സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അതിന് കുറച്ച് സമയത്തുമല്ല തയ്യാറെടുക്കേണ്ട ഒരു താമസം. എഴുതിയിട്ടുള്ള ടീമുകൾ കൗണ്ടറുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യണം. ഒപ്പം ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ലൈറ്റിംഗ് ഉൾപ്പെടെ തീരുമാനിച്ചിരുന്നത്. അതിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. സാങ്കേതിക കാരണങ്ങൾ ലൈറ്റ് ഇന്ന് ശരിയായിട്ടില്ല. ലൈറ്റിംഗ് ഉണ്ടായിരിക്കും. നാളെ കൊണ്ട് കഴിയാനായിരുന്നു. പരിഹരിച്ച് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷ ചെയ്യുന്നുണ്ട്. വേണ്ടിയും സംഘടനയും പരിപാടിയുമായി